ഏകദേശം 6 വർഷങ്ങൾക്ക് മുൻപ് കൊല്ലം നഗരത്തെ ഞെട്ടിവിറപ്പിച്ച ഒരു കൊലപാതകമായിരുന്നു രുദ്രൻ മർഡർ കേസ്. അന്ന് ഒരു നവംബർ മാസമായിരുന്നു. പ്രശസ്തമായ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിന്റെ ക്ലാസ് മുറിയിൽ സീലിംഗ് ഫാനിന്റെ മുകളിൽ തൂങ്ങിക്കിടന്നിരുന്ന ഡെഡ് ബോഡി ആദ്യം കണ്ടത് അവിടുത്തെ വാച്ച്മാൻ ആയിരുന്നു. അന്നത്തെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആയിരുന്ന ചന്ദ്രബോസ് ആ വർഷം റിട്ടയർ ചെയ്യാനിരുന്ന സന്ദർഭത്തിൽ തന്റെ ഡിഗ്നിറ്റി കണക്കിലെടുത്ത് ആ കേസ് പെട്ടെന്ന് തന്നെ അതൊരു ആത്മഹത്യയാണെന്ന് വരുത്തിത്തീർത്ത് അവസാനിപ്പിച്ചു. അതുകൊണ്ടുതന്നെ വർഷങ്ങൾക്ക് ശേഷം അതൊരു കൊലപാതകമാണ് എന്നുള്ള അവകാശവാദത്തിൽ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനിലൂടെ ആ കേസ് റീ ഓപ്പൺ ചെയ്തു. പുതിയതായി നിയമിക്കപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥൻ CI ദേവദാസ് ആയിരുന്നു. പ്രധാനപ്പെട്ട നിരവധി കേസുകളിൽ അന്വേഷണം നടത്തി തന്റെ സർവീസിൽ ചുരുങ്ങിയ കാലം കൊണ്ടുതന്നെ കഴിവ് തെളിയിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. സൂക്ഷ്മമായ നിരീക്ഷണ ശേഷിയുള്ള കണ്ണുകളും അല്പം എംപത്താറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയുമായിരുന്നു അദ്ദേഹം. എങ്കിലും ജോലിയിൽ അല്പം കർക്കശക്കാരനുമായിരുന്നു. അദ്ദേഹത്തിന്റെ വിങ്സിലുള്ള പ്രധാനപ്പെട്ട 2 ഓഫീസേഴ്സ് ആയിരുന്നു രൂപേഷും റിയയും. മിക്ക കേസുകൾക്കുമായി തന്റെ വിശ്വസ്തരായി കൂടെ ഉണ്ടായിരുന്ന അവരെയും ദേവദാസ് ഈ ഇൻവെസ്റ്റിഗേഷനിലേക്ക് നിയമിച്ചിരുന്നു. അങ്ങനെ അന്വേഷണത്തിന്റെ ആദ്യ പടി എന്നോണം ദേവദാസ് രുദ്രൻ പഠിച്ചിരുന്ന കൊല്ലത്തുള്ള ആ കോളേജ് സന്ദർശിക്കുന്നു. അവിടെ പണ്ട് ഉണ്ടായിരുന്ന വാച്ച്മാനു പകരം മറ്റൊരു ആളായിരുന്നു ഉണ്ടായിരുന്നത്. അന്നത്തെ സംഭവത്തിന് ശേഷം പഴയ വാച്ച്മാൻ ആ കോളേജിൽ നിന്നും ജോലി മതിയാക്കിപ്പോയി എന്നാണ് ദേവദാസിന് അറിയാൻ സാധിച്ചത്. പിന്നീട് അദ്ദേഹം വിക്ടിമിന്റെ കുടുംബം, വീട്, കൂട്ടുകാർ എന്നിവരെപ്പറ്റിയെല്ലാം അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്നു.